ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് PSC പരീക്ഷകളിലെ പ്രതിരോധം എന്നുള്ള ടോപ്പിക്കാണ്. ഇന്ത്യൻ ഡിഫൻസ്. ഇന്ത്യൻ ഡിഫൻസ് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിലെ ഒരു ചെറിയ ഭാഗമായ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ, കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം PSC ഇതുവരെയുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. അത് നമ്മൾ രൂപീകൃതമായ, സ്ഥാപിതമായ വർഷത്തിന്റെ അതേ ഓർഡറിൽ തന്നെ ഞാൻ പറയാം. ആദ്യത്തെ സേനയാണ് ആസാം റൈഫിൾസ്, പിന്നീട് CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. അതിനുശേഷം രൂപീകൃതമായ സേനയാണ് ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്. പിന്നീട് SSB, സശാസ്ത്ര സീമാ ബൽ. അതിനുശേഷം നിങ്ങൾക്ക് പരിചിതമായ സേനയാണ് BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. പിന്നീട് CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇവ 6 നമ്മൾ പ്രധാനമായും കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതുകൂടാതെ പ്രത്യേക സേനകളുണ്ട്, സ്പെഷ്യൽ ഫോഴ്സസ്. ഉദാഹരണത്തിന് NST, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, കരിമ്പൂച്ചകൾ അല്ലെ, ബ്ലാക്ക് ക്യാറ്റ്സ് എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പ്രത്യേക സേന അല്ലെ. അതുപോലെ തന്നെ SPG, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, SPG അല്ലെ, സ്പെഷ്യൽ പ്രധാനമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന, പ്രൊട്ടക്ഷൻ നൽകുന്ന പ്രത്യേക സേനയാണ് SPG. അപ്പൊ നമ്മൾ ഇവയിൽ 2 പാർട്ടായിട്ടാണ് ഈ ക്ലാസ് നമ്മൾ പൂർത്തിയാക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളിപ്പോ കാണുന്നത്. ആദ്യ പാർട്ടിൽ നമ്മൾ 3 സേനകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യ സേനയിലേക്ക് പോകാം. ആദ്യത്തെ സേനയാണ് ആസാം റൈഫിൾസ്. PSCയുടെ ഒരു മുൻവർഷ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധ സൈനിക വിഭാഗം, ഓൾഡസ്റ്റ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്നൊരു ചോദ്യം. ഉത്തരം ആസാം റൈഫിൾസ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്ഥാപിതമായ സേനയാണ്. 1835 സ്ഥാപിതമായത്. അപ്പം ആസാം റൈഫിൾസ് രൂപീകൃതമായ വർഷമാണെങ്കിൽ അത് 1835, 1835 സ്ഥാപിതമായി. അതുപോലെ തന്നെ 1-ാം ലോകമഹായുദ്ധ കാലഘട്ടത്തും 2-ാം ലോകമഹായുദ്ധ കാലത്തും നിരവധി സംഭാവനകൾ നൽകിയ ഒരു സേനയാണ് ആസാം റൈഫിൾസ്. 1-ാം ലോകമഹായുദ്ധ കാലഘട്ടത്ത് യൂറോപ്പിന് വേണ്ടി പൊരുതിയും, അതുപോലെ തന്നെ 2-ാം ലോകമഹായുദ്ധ കാലത്ത് ബർമയ്ക്ക് വേണ്ടി പൊരുതിയിട്ടുള്ളതുമായ സേനയാണ് നമ്മുടെ ആസാം റൈഫിൾസ്. പിന്നീട് ഓർക്കേണ്ട കാര്യം, ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അല്ലെ. ഇതിന്റെ ആസ്ഥാനം മേഘാലയയിലെ ഷില്ലോങ് ആണ്. ആസാം റൈഫിൾസ് എന്ന പേര് വരുമ്പോൾ തന്നെ ചിലപ്പം ചിലരൊക്കെ ഓർക്കും ആസാമിലെ വല്ല സ്ഥലമാണോ എന്നത് അല്ലെ. അപ്പൊ ആസാം എന്നുള്ള സ്ഥലപ്പേരുള്ളത് കൊണ്ട് നിങ്ങൾ ആസാം റൈഫിൾസ് സ്ഥാപിതമായത് ആസാമിൽ എവിടെയെങ്കിലും പുറത്താക്കി. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് അതിന്റെ ആസ്ഥാനം. മറ്റൊരു കാര്യം കൂടെ ഓർക്കണം, നമ്മുടെ ക്യാപിറ്റൽ ന്യൂഡൽഹിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഏക അർദ്ധ സൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. മനസ്സിലായോ? അപ്പം ബാക്കി എല്ലാത്തിന്റെ ആസ്ഥാനം നമ്മൾ ഇനി പഠിക്കുമ്പം കാണുന്നത് ന്യൂഡൽഹി ആയിരിക്കും. എന്നാൽ ആസാം റൈഫിൾസിന്റെ മാത്രം ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലെ ഷില്ലോങ്ങിലാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ആസാം റൈഫിൾസിന്റെ ആപ്തവാക്യം എന്ത്? ആസാം റൈഫിൾസിന്റെ ആപ്തവാക്യം PSC ചോദിക്കുന്നതാണ്. LDC LGS തുടങ്ങിയ പരീക്ഷകളിലൊക്കെ നിരവധി തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അല്ലെ. അർദ്ധ സൈനിക പാത ഏതെങ്കിലും ഒരെണ്ണത്തിൽ തന്നിട്ട് അതിന്റെ ആസ്ഥാനം ഏതാണെന്ന് ചോദിക്കും. BSFന്റെ ആസ്ഥാനം, ഇല്ലെങ്കിൽ BSF രൂപീകൃതമായ വർഷം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പം ഇതിന്റെ ആപ്തവാക്യം ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഓഫ് ദ ഹിൽ പീപ്പിൾ എന്നുള്ളതാണ്. ഫ്രണ്ട്സ് ഓഫ് ദി ഹിൽ പീപ്പിൾ എന്നുള്ളതാണ് ഇതിന്റെ ആപ്തവാക്യം. പിന്നെ കറണ്ട് അഫെയർ ആയും ഡിഫൻസിൽ നിന്ന് ഒരു ചോദ്യം വരാറുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ 10 ചോദ്യം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇന്ന സേനയുടെ തലവൻ ആരാണ്? ഉദാഹരണത്തിന് NSTയുടെ ഇപ്പോഴത്തെ തലവൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഇപ്പോഴത്തെ തലവൻ എന്ന്, അങ്ങനെ ആ തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തലവന്മാരെ നിങ്ങൾ അതിന്റെ ആരാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ആസാം റൈഫിൾസിന്റെ ഇപ്പോഴത്തെ തലവനാണെങ്കിൽ ലഫ്റ്റനന്റ് ജനറൽ സുഖദീപ് സാങ്വാനാണ്. അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യം, ഇതിന്റെ പേരന്റൽ ഏജൻസി ഇന്ത്യൻ ആർമിയാണ്. മറ്റ് സേനകളുടെ എല്ലാം ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു പൂർണ്ണമായിട്ടും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് പേരന്റൽ ഏജൻസി ഇന്ത്യൻ
ആർമിയാണ്. അതുകൊണ്ട് തന്നെ ആർമിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് തലപ്പത്ത് വരുന്നത്. മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ തലപ്പത്ത് വരുന്നത് IPS ഉദ്യോഗസ്ഥരാണ്. ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. ഇപ്പം CRPF, BSF ഇതിന്റെ എല്ലാം തലപ്പത്ത് വരുന്ന IPS ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ലഫ്റ്റനന്റ് ജനറൽ സുഖ്ദീപ് സാങ്വാൻ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം, BSc പരീക്ഷ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ആസാം റൈഫിൾസിന്റെ ആദ്യകാല പേര് ഉത്തരം കച്ചാർ ലെവി എന്നുള്ളതാണ്. കച്ചാർ ലെവി. ഇപ്പൊ ഈ ഒരു പേര് മാത്രമല്ല ഉള്ളത്, 4 തവണയോളം ആസാം റൈഫിൾസിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അതിൽ 1917 ഇപ്പോഴത്തെ പേരായ ആസാം റൈഫിൾസ് എന്ന പേര് സ്വീകരിച്ചത്. 1917 ഓർത്തിരുന്നോളണം, 1917 ഇപ്പോഴത്തെ ആസാം റൈഫിൾസ് എന്നുള്ള പേര് സ്വീകരിച്ചത്. ഇപ്പൊ നമുക്ക് അടുത്ത സേനയിലേക്ക് വരാം. രണ്ടാമത്തെ സേന CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. PSC നിരവധി തവണ ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗം, ലാർജസ്റ്റ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്നൊരു ചോദ്യം. അത് CRPF ആണ്. അംഗബലം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമാണ് CRPF. രൂപീകൃതമായ വർഷമാണെങ്കിൽ 1939 1939 സ്ഥാപിതമായ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ സ്ഥാപിതമായ സേനയാണ് CRPF. ആദ്യകാല പേര് ക്രൗൺസ് റെപ്രസെന്റേറ്റീവ് പോലീസ് എന്നുള്ളതായിരുന്നു. ക്രൗൺസ് റെപ്രസെന്റേറ്റീവ് പോലീസ്. പിന്നീട് അതിന്റെ പേര് പുനഃനാമകരണം, പിന്നീട് പേര് മാറ്റിയത് ഒരു ആക്ട് മുഖേനയാണ്. 1949 CRPF ആക്ടിനെ തുടർന്നാണ് ഇപ്പോഴത്തെ പേരായ CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നുള്ള പേര് സ്വീകരിച്ചത്. ഇപ്പം ഓർക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗം സ്ഥാപിതമായ വർഷം നമ്മൾ പറഞ്ഞു 1939 സ്ഥാപിതമായത്. ഇനി ഇതിന് 3 വിങ്ങുകളുണ്ട്, പ്രത്യേക വിങ്ങുകൾ. അതിലെ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളാണ്. ഒന്ന് കോബ്ര, കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ എന്നുള്ള പേര്. കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. പ്രത്യേകിച്ച് ഇന്ത്യയിലെ നക്സൽ ബാധിത പ്രദേശങ്ങള്, മാവോയിസ്റ്റ് ആക്രമണങ്ങള്, അതുപോലെ തന്നെ ടെറർ അറ്റാക്ക്, ഇപ്പൊ 3ലും ഇടപെടുന്ന അല്ലെങ്കിൽ ഇതിൽ ഇടപെടാൻ അധികാരമുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച സേനയാണ് ഈ പറയുന്ന കോബ്ര, കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ എന്ന് പറയുന്നു. അതിന്റെ ആപ്തവാക്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക. ഗ്ലോറി അൺഡു ഡെത്ത് എന്നാണ്. ഗ്ലോറി അൺഡു ഡെത്ത്. പ്രത്യേക പരിശീലനം ലഭിച്ച സേനാ വിഭാഗമാണ് CRPF എന്ന്. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരെയാണ് ഇതിലേക്ക് നിയമിക്കുന്നത്. പിന്നെ അതിന്റെ മറ്റൊരു വിങ്ങാണ് RAF, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ വെള്ളമൊക്കെ പൊങ്ങി അല്ലെ, വെള്ളപ്പൊക്കവും മറ്റ് പ്രകൃതി ദുരന്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ സഹായിക്കാൻ എത്തുന്ന വിഭാഗമാണ് അല്ലെ. നമ്മളെ എയർലിഫ്റ്റ് ഒക്കെ ചെയ്യാമെന്നില്ല. അപ്പം ഇവരുടെ RAF പ്രവർത്തകർ ഉണ്ടായിരുന്നു, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൽ നിന്നുണ്ടായിരുന്നു. അപ്പം RAF, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. പിന്നീട് ഒരു സേനയാണ് ഗ്രീൻ ഫോഴ്സ്, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രൂപീകൃതമായ CRPFന്റെ ഒരു വിങ് ആണ് ഈ പറയുന്ന ഗ്രീൻ ഫോഴ്സ് എന്നുള്ളത്. ഇനി ഓർക്കേണ്ട കാര്യം, ഇവിടുന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ത്യയിൽ ആദ്യമായൊരു വനിതാ ബറ്റാലിയൻ രൂപീകൃതമായത് അത് CRPFലാണ്. അപ്പം കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ ആദ്യമായൊരു വനിതാ ബറ്റാലിയൻ രൂപീകരിച്ചത് ഏത് സേനയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക, CRPFലാണ് രൂപീകരിച്ചത്. 1986 ആദ്യ വനിതാ ബറ്റാലിയൻ രൂപീകൃതം ആയത്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ആസ്ഥാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏതാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇനി ഓർക്കേണ്ടത് CRPFന്റെ ഇപ്പോഴത്തെ തലവൻ ആര്? CRPFന്റെ ഇപ്പോഴത്തെ തലവനാണെങ്കിൽ AP മഹേശ്വരി IPS ആണ്. ഇപ്പോഴത്തെ അതിന്റെ ഡയറക്ടർ ആയിട്ടിരിക്കുന്ന വ്യക്തി AP മഹേശ്വരി IPS. AP മഹേശ്വരി IPS. ഇനി ഇതിന്റെ ആപ്തവാക്യം, CRPFന്റെ ആപ്തവാക്യം എന്താണ്? ഇതിന്റെ ആപ്തവാക്യം ആണെങ്കിൽ സർവീസ് ആൻഡ് ലോയൽറ്റി എന്നുള്ളതാണ് ആപ്തവാക്യം. സർവീസ് ആൻഡ് ലോയൽറ്റി നമ്മൾ മലയാളത്തിൽ പറയുമ്പം സേവനവും ആത്മാർത്ഥതയും എന്ന് പറയും. സേവനവും ആത്മാർത്ഥതയും അഥവാ സർവീസ് ആൻഡ് ലോയൽറ്റി. ഇനി അടുത്ത ഒരു സേനയിലേക്ക് നമ്മൾ പോവുകയാണ്. ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്. ITBP ഒരു പക്ഷെ നിങ്ങൾ അത്ര സുപരിചിതമല്ല, ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു പേരല്ല, പലർക്കും ആദ്യം കേൾക്കുന്ന ഒരു പേരായിരിക്കും. ഒരു പക്ഷെ നിങ്ങൾ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമ കണ്ടു കാണും അല്ലെ, ഉണ്ട എന്നുള്ളൊരു സിനിമ. അതിൽ കാണിക്കുന്നുണ്ട് ITBP എന്ന് പറഞ്ഞ സേനയെ കുറിച്ച്. അന്നാണ് എന്നോട് പല കുട്ടികളും പറഞ്ഞു ആദ്യമായിട്ട് അന്നാണ് ഈ ഒരു സേനയെ കുറിച്ച് അറിയുന്നത്. അപ്പം ITBP. ഈ ഒരു സേന രൂപീകൃതമാകുവാൻ ഉണ്ടായ കാരണം 1962 ITBP
രൂപീകൃതമാവുന്നത്. ഇതുണ്ടാകുവാനുണ്ടായ കാരണം ഇന്ത്യ ചൈന യുദ്ധമാണ്. നമുക്കറിയാം 1962 ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവുകയാണ്. അതിൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ധാരാളം വലിയ നാശനഷ്ടം നമ്മുടെ സൈഡിൽ നമുക്കുണ്ടായി. നമ്മുടെ കുറെ സ്ഥലങ്ങള് ഈ പറയുന്നവർ ചൈന ഒക്യുപ്പൈ ചെയ്തു. അരുണാചൽ പ്രദേശിന്റെ നല്ലൊരു ഭാഗം അവർ ഒക്യുപ്പൈ ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ആ ഒരു യുദ്ധത്തിൽ നമ്മൾ വീണുപോയി അല്ലെ, നമ്മൾ പരാജയപ്പെട്ടു. അപ്പം അതിനെ തുടർന്ന് ടിബറ്റ് ചൈന ബോർഡർ ഒക്കെ സംരക്ഷിക്കുന്നതിന് ഒരു പ്രത്യേക വിങ്ങിനെ നമുക്ക് വേണമെന്ന് മനസ്സിലാക്കുകയും അതിന് പ്രത്യേക ട്രെയിനിങ്, ഉദാഹരണത്തിന് ഹില്ലി ഏരിയാസ് ആണത്, ഉയരം കൂടിയ സ്ഥലങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച സേനാ വിഭാഗമാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് അഥവാ ITBP എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഇവരാണ് ഇൻഡോ ടിബറ്റ് ബോർഡർ, ചൈന ബോർഡർ ഒക്കെ ഇൻക്ലൂഡിംഗ് നേപ്പാൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇതിന്റെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ITBP അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ITBP അക്കാഡമി സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അത് മസൂറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആസാം റൈഫിൾസ് ഒഴികെ ബാക്കിയെല്ലാം ന്യൂഡൽഹി എന്ന് പറഞ്ഞു. അപ്പൊ ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. അതുപോലെ തന്നെ അതിന്റെ ആപ്തവാക്യം, ITBPയുടെ ആപ്തവാക്യമാണെങ്കിൽ ഡിവോഷൻ ടു ഡ്യൂട്ടി എന്നുള്ളതാണ്. ഡിവോഷൻ ടു ഡ്യൂട്ടി അഥവാ മൊത്തത്തിൽ പറഞ്ഞ ശൗര്യ ദൃഢത കർമ്മനിഷ്ഠ, ശൗര്യ ദൃഢത കർമ്മനിഷ്ഠ, മറ്റേ വാക്കിൽ വളർ ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവോഷൻ ടു ഡ്യൂട്ടി എന്നുള്ളതാണ് അതിന്റെ ആപ്തവാക്യം. വളർ ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവോഷൻ ടു ഡ്യൂട്ടി, ശൗര്യ ദൃഢത കർമ്മനിഷ്ഠ എന്നുള്ളത്. അപ്പം നമ്മൾ ഏതാണ്ട് 3 സേനകളുടെ, പിന്നെ അതുപോലെ തന്നെ അതിലൊരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്, ഇതിന്റെ ഇപ്പോഴത്തെ അതായത് ITBPയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണെങ്കിൽ ഉത്തരം SS ദേശ്വാൾ IPS ആണ്. SS ദേശ്വാൾ IPS ആണ് ITBPയുടെ ഇപ്പോഴത്തെ തലവൻ. അപ്പൊ നമ്മൾ 3 സേനകള് പെട്ടെന്നൊന്ന് പഠിച്ചു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ, ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അനാവശ്യമായൊന്നും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. വാസ്റ്റ് ആയിട്ട് പഠിക്കാനാണ്, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചു വെക്കുക. പ്രത്യേകം പഠിക്കുമ്പോൾ ഓർക്കുക ഇതിന്റെ സ്ഥാപിതമായ വർഷം ഒന്ന് ഓർക്കുക. അതുപോലെ ഇതിന്റെ ആപ്തവാക്യം, ഇപ്പോഴത്തെ തലവൻ ആരാണ്. ഈ 3 പോയിന്റുകൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എപ്പോഴും ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. താങ്ക് യു.